ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലകുടി ബന്ധത്തിലൂടെ സഹോദരൻ മുത്തുനബിക്കുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ആ കുട്ടി ചോദിക്കുകയാണ്, അത്തറ അന്നോ യക്കൂനു ബഅസുൻ, അല്ല പുനർജന്മമുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ചോദിക്കുന്നത്. ആ സമയത്ത് മുത്തുനബിയുടെ മറുപടി, അമാ വല്ലദി നഫ്സി ബിയദിഹി ല അഹുദന്ന ബിയദിക യൗമൽ ഖിയാമത്തി വലാ ഉഅരിഫന്നക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ശരീരം ആരുടെ കയ്യിലാണ് അവർ തന്നെയാണ് സത്യം. അങ്ങയുടെ കൈ ആ ഖിയാമത്ത് നാളിൽ ഞാൻ പിടിക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ ആ ഒരു വിഷയം അന്ത്യനാൾ കഴിഞ്ഞാൽ വേറൊരു ജന്മമുണ്ട് എന്ന് അതിലൂടെ എനിക്ക് മനസ്സിലാകുകയും ചെയ്യുമെന്ന് മുത്തുനബി പറഞ്ഞു. അങ്ങനെ മുത്തുനബിയുടെ ചരിത്രം പറയുന്നുണ്ട്. മുത്തുനബിയുടെ വഫാത്തിന് ശേഷമായിരുന്നു ആ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ മരണപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം അതിനുശേഷം മുത്തുനബിയുടെ വഫാത്തിന് ശേഷമാണ് അദ്ദേഹം മുസ്ലിമാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നമ അർജു അൻ യഖുദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി യൗമൽ ഖിയാമത്തി ഫഅൻജു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, അങ്ങയുടെ കൈ ഞാൻ പിടിക്കുമെന്ന്, ആ വാക്കാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് എന്ന് ആ സഹോദരൻ പറയുകയാണ്. അങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ആ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ അവിടെ നിന്ന് പറയുകയാണ്. അപ്പോൾ മുത്തുനബിയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മുസ്ലിമാവുന്നത് തന്നെ. അപ്പോൾ മുത്തുനബി വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, അങ്ങയുടെ കൈ ഞാൻ പിടിക്കും. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മുത്തുനബിയുടെ സ്വഭാവമാണ്, സ്വഭാവ മഹിമയാണ്. ഏത് രൂപത്തിലാണ് മറ്റൊരാൾ ചോദിക്കുമ്പോഴും പറയുമ്പോഴും പെരുമാറേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ പക്വതയോടെയാണ് മുത്തുനബി കൈകാര്യം ചെയ്തത് എന്നെല്ലാം ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബിയെ പറ്റി ധാരാളം പഠിക്കുകയും ആ മുത്തുനബിയെ സ്നേഹിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.